പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സ്നിഗ്ധ. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. 2024 സെപ്റ്റംബർ 28 ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തടസ്സം നേരിട്ട സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ 1 മാസം മുന്നേ തന്നെ ഞാൻ പരിശുദ്ധ അമ്മേനെ കുറിച്ചിട്ട് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചിയിലൂടെയാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ കുറിച്ച് അറിഞ്ഞത്. ചേച്ചിയുടെ ഒരു സുഹൃത്ത് വഴിയാണ് കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും അറിയാൻ ഇടയായത്. ഞാൻ അക്രൈസ്തവയാണ്. എനിക്ക് ഇങ്ങനത്തെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ PhD കഴിഞ്ഞതാണ് കെമിസ്ട്രിയിൽ. എൻ്റെ ഫെലോഷിപ്പ് അവസാന വർഷത്തെ ഫെലോഷിപ്പ് ടെർമിനേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ഒരു ദിവസം വൈകിയതിൻ്റെ പേരിലായിരുന്നു അവർ ഇനി അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞത്. വളരെ വിഷമമുണ്ടായിരുന്നു. കാരണം കെമിസ്ട്രിയിൽ PhD ചെയ്യുമ്പോൾ ഫെലോഷിപ്പ് ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഗൈഡനെ സമാധാനിപ്പിച്ചു, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നു. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക തന്നെ ചെയ്തില്ല. അങ്ങനെ ഒരു ഓഗസ്റ്റ് 1 മുതലാണ് 2024 ഓഗസ്റ്റ് 1 മുതലാണ് ഏകദേശം ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ ഗൈഡ് ഒരു സാറിന് പഠിക്കാനും വേണ്ടിയിട്ട് വിദേശത്ത് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 29 ആയപ്പോൾ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിദേശത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സ്നിഗ്ധ അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, നമ്മളുടെ ടെർമിനേറ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പ് നമുക്ക് അവർ റിന്യൂ ചെയ്ത് തരാം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഫെലോഷിപ്പ് കിട്ടുമെന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കിയപ്പോൾ ഓഗസ്റ്റ് 30 ലാസ്റ്റ് ഡേറ്റ്. 29 സാർ എൻ്റെ അടുത്ത് വിളിച്ചത് പറയുന്നത്. അതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട് CSIRൻ്റെ. പക്ഷെ അത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫോണിലേക്ക് OTP വരും, അതേപോലെ എൻ്റെ ഗൈഡിൻ്റെ ഫോണിലേക്ക് OTP വരും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിൻ്റെ ഫോണിലേക്ക് OTP വരും. സാറിൻ്റെ ഫോണിലേക്ക് OTP വന്നാൽ അത് കിട്ടാനൊരു മാർഗ്ഗമില്ല, സാറ് വിദേശത്തായതുകൊണ്ട്. ആ സമയത്ത് എനിക്ക് 30 അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ വിചാരിച്ചു അത് വീണ്ടും പോയി കാണുമെന്ന്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഇത് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇല്ല, ഞാൻ ഡെയിലി ബ്രെഡിൽ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥന ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഞാൻ പ്രാർത്ഥന ഇട്ടു, മാതാവേ ഇത് കയ്യിൽ നിന്ന് പോവാതെ എനിക്ക് തരണേന്ന് പറഞ്ഞിട്ട്. ഞാൻ പിറ്റേ ദിവസം മുതൽ ആ സൈറ്റ് എടുത്ത് എല്ലാ ലിങ്കുകളും പരിശോധിച്ചു. എനിക്ക് ഏതെങ്കിലും ഒരു ലിങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിയിട്ട്. അങ്ങനെ ഇരിക്കെ ഒരു ലാസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊരു ലിങ്ക് കണ്ടു. എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അവസാന വർഷത്തെ റിപ്പോർട്ട് അതിൽ സബ്മിറ്റ് ചെയ്തു. അതൊരിക്കലും ഈ ഒരു ഫെലോഷിപ്പിന് റിന്യൂ ചെയ്യാനുള്ളൊരു പോർട്ടലോ ലിങ്കോ ഒന്നുമല്ല, അത് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴും അവരെനിക്ക് ഒരു എക്സൽ ഷീറ്റ് അയച്ചു തന്നു. ഇത്രയും പേര് മാത്രമാണ് അപേക്ഷിച്ചിരിക്കുന്നത്, ഇനി ഇതിലുള്ളവർക്ക് മാത്രമേ റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാനിത് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ സാറിനെ വിളിച്ച് പറഞ്ഞു, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്ത് വരുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു. ആ മെയിലിൽ പറഞ്ഞത്, നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടി, പക്ഷേ ആ റിപ്പോർട്ട് പരിഗണിക്കാൻ പറ്റില്ല, നിങ്ങളൊരു സ്പെഷ്യൽ കേസായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 3 മെമ്പർ അസസ്മെൻറ്റ് കമ്മിറ്റി എത്രയും പെട്ടെന്ന് കൂടി അതിൻ്റെ ഒരു റിപ്പോർട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് ഫെലോഷിപ്പ് റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനത് സാറിനെ അറിയിച്ചു. സാറ് പെട്ടെന്ന് തന്നെ ഒരു അസസ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ എക്സാമിനറിനെ കണ്ടെത്തുകയും വേഗം തന്നെ അസസ്മെൻറ്റ് നടത്തുകയും ചെയ്തു.
എന്നിട്ട് പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് അപ്ലോഡ് ചെയ്തത്, എല്ലാ പേപ്പറുകളും അപ്ലോഡ് ചെയ്തത്. അതുപോലെ എനിക്ക് ഒരു സഹായി എന്ന പോലെ തന്നെ അവിടെ CSIRൻ്റെ ഓഫീസിൽ നിന്ന് ഒരു മാഡം എന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാനും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാതാവ് അയച്ചു തന്ന ഒരു ദൂതനായിട്ട് തന്നെയാണ് ആ ഒരു മാഡത്തിനെ കാണുന്നത്. അങ്ങനെ ഒരു ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഫെലോഷിപ്പ് തുക കംപ്ലീറ്റ് കിട്ടി. ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സാധാരണ CSIRൻ്റെ ഫെലോഷിപ്പ് വരുന്നത്. ഒരുപാട് വെരിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടാണ് ഓരോ ഓഫീസേഴ്സിൻ്റെ അടുത്തും ചെന്നിട്ട് നമ്മളുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ആയതിന് ശേഷം മാത്രമേ ബില്ല് ക്ലെയിം ചെയ്ത് അവർ തരുള്ളൂ. ഇത് വളരെ പെട്ടെന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ഞാനൊരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആവാൻ സമയത്താണ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തത്. ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ഫെലോഷിപ്പ് മുഴുവനായിട്ടും ക്ലെയിം ചെയ്ത് കിട്ടി. അതും ഒറ്റയടിക്കാണ് എനിക്ക് എല്ലാ ഫെലോഷിപ്പും ഒന്നിച്ച് കിട്ടിയത്, ഒരു വർഷത്തെ ഫെലോഷിപ്പ് മുഴുവനും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, കുറേ നാളായിട്ട് എനിക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിയോഗങ്ങൾ എഴുതി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ആ തലവേദന വെച്ചിട്ട് പഠിക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഞാൻ എഴുതാൻ വിട്ടുപോയല്ലോ എന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയത്. അന്ന് രാത്രി ഞാൻ വീട്ടിലെത്തി അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പനിച്ചു. പിറ്റേന്ന് മുതൽ മൂക്കിൽ നിന്നിങ്ങനെ ജലദോഷം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വെള്ളം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് ജലദോഷമായി, കഫം വരാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് കഫം പഴുക്കാൻ തുടങ്ങി. ഒരു 2 ആഴ്ച ആയപ്പോഴത്തേനും ഈ പഴുത്ത കഫത്തിൻ്റെ കൂടെ ബ്ലഡും കൂടി വരാൻ തുടങ്ങി. പക്ഷേ എനിക്കെന്തോ ഡോക്ടറെ കാണണമെന്നോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഞാൻ വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇതിലൂടെ എനിക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. തീസിസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ജോലിയൊന്നുമില്ല, വരുമാനമില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, വരുമാനമൊക്കെ നിന്നിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണേന്ന് പറഞ്ഞു. അപ്പോൾ ആണ് ഞാൻ തന്നെ പഠിച്ചൊരു കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറിൻ്റെ ഒഴിവുണ്ട് എന്നുള്ള കണ്ടത്. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ നല്ല പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. എനിക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം PhD ഒക്കെ കഴിഞ്ഞ് സബ്ജക്റ്റിനോട് നമ്മൾ ചെയ്യുന്ന ഏരിയയിൽ മാത്രമുള്ളൊരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇൻ്റർവ്യൂവിന് അവർ ചോദിച്ചാൽ ആൻസർ പറയാനുള്ളൊരു കപ്പാസിറ്റി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് അറിയുന്ന അധ്യാപകരാണ്. അവരെന്നോട് ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഒന്നിനു പോലും എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതെല്ലാം മറന്നു പോവുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഞാൻ തന്നെ പഠിച്ച കോളേജിൽ അധ്യാപികയായിട്ട് പഠിപ്പിക്കാൻ പോകാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. 3 ദിവസം കഴിഞ്ഞു, ഒരു വിവരവുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് അവിടെ കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥന ഇട്ടു, മാതാവേ, ഇന്ന് അവരെന്നെ വിളിക്കണേന്നും പറഞ്ഞിട്ട്. അന്ന് വൈകുന്നേരം എന്നെ വിളിച്ചത് ഞങ്ങളുടെ HOD ആയിട്ടുള്ള ടീച്ചറായിരുന്നു. ടീച്ചർ വിളിച്ചിട്ട് ചോദിച്ചു, സിലബസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നാണ് പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു, എന്നെ കോളേജിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല വരാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ടീച്ചർ കട്ട് ചെയ്തു. എന്നിട്ട് ടീച്ചർ വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, സ്നിഗ്ധ മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവർ മെയിൽ അയച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അവർ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു,
എത്രയും പെട്ടെന്ന് വന്നിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ആ ഒരു 3 മെമ്പർ അസസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥന ഇട്ടതിന് ശേഷമാണ് എനിക്കൊരു റിപ്ലൈ കിട്ടിയത്. അമ്മയുടെ ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് 2024 സെപ്റ്റംബർ 3 ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്തൊന്നും വാല്യുവേഷന് വേണ്ടിയിട്ട് ആരും തീസിസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതും ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥന ഇട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 2 പേര് തീസിസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തീസിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 പേരുടെയും റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഡർ വന്നു, എത്രയും വേഗം ഡിഫൻസ് നടത്തണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു ഡിഫൻസിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സമയത്തായിരുന്നു. അതേ സാറ് തന്നെയാണ് എൻ്റെ എക്സ്റ്റേണൽ എക്സാമിനറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ ഡിഫൻസിൻ്റെ ഡേറ്റായിട്ട് ഞങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് പഠിക്കാനുള്ളൊരു ടൈം അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വേറെ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം, നമ്മൾ ചെയ്ത വർക്കല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എൻ്റെ വർക്കൊന്നും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒട്ടും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സാധിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ്. എന്നിട്ട് പോലും എനിക്ക് എൻ്റെ വർക്ക് ഓഡിയൻസിൻ്റെ മുന്നിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിൻസിപ്പാളുണ്ട്, എല്ലാ ടീച്ചേഴ്സും ഉണ്ട്, എൻ്റെ ഗൈഡുണ്ട്. അപ്പോൾ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, എന്തു പറ്റി, ഒരു വാക്ക് പോലും ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിച്ചു. എന്ത് ചെയ്യണം എന്നൊരു അറിവും ഇല്ലാതെ അങ്ങനെ നിന്നു ഞാൻ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയും പകലും ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡിഫൻസിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് പോയിട്ട് ഞാൻ 9 മണിക്കാണ് പ്രസൻറ്റേഷൻ വെച്ചത്. 7 മണി തൊട്ടിട്ട് 8 മണി വരെ ഞാൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 2 തവണ പ്രസൻറ്റ് ചെയ്തു എൻ്റെ ഗൈഡിൻ്റെ മുന്നിൽ. എനിക്ക് കഴിഞ്ഞില്ല. അവസാനം എൻ്റെ ഗൈഡ് പറഞ്ഞു, വരുന്നത് പോലെ വരട്ടെ, നിനക്ക് പറയാൻ പറ്റുന്നത് നീ പറയുക, അല്ലാത്തത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. അവർ പോയി. ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി തന്നെ പ്രാർത്ഥിച്ചു. അതുവരെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബുക്ക് നോക്കിയിട്ടാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ ഹോളിലിരുന്ന് ഞാൻ കാണാതെ ചൊല്ലി. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാനത് കാണാതെ ചൊല്ലിയത് എന്നുള്ളത്. ഒരു വരി പോലും തെറ്റാതെ ഞാൻ അന്ന് തൊട്ടിട്ട് ഇന്ന് വരയ്ക്കും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെയാണ് ചെല്ലുന്നത്. അന്ന് ഞാൻ ഒപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഡിഫൻസ് നടക്കുന്ന അത്രയും സമയം ഞാൻ പ്രാർത്ഥന എൻ്റെ മനസ്സിലിങ്ങനെ ഉരുവിട്ടും കൊണ്ടേയിരുന്നു. അങ്ങനെ ഡിഫൻസ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരുന്നുകൊണ്ട് 1 മണിക്കൂറിൽ ഒതുങ്ങാത്ത ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു എൻ്റെ. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്കത് ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു തെറ്റ് പോലും പറ്റാതെ, ഒരു മിസ്റ്റേക്ക് പോലും, ഒരു ഗ്യാപ്പ് പോലും വരാതെ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് പ്രസൻറ്റേഷനും ചെയ്ത് തീർക്കാനായിട്ട് പറ്റി. മാതാവിൻ്റെ ഇടപെടലായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഞാനല്ല അന്ന് അവിടെ പ്രസൻറ്റ് ചെയ്തത്, മാതാവ് തന്നെയാണ്. കാരണം അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. എനിക്കറിയാത്ത ഏരിയയിൽ നിന്ന് കൂടി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരമൊക്കെ എൻ്റെ വർക്കുമായിട്ട് കണക്ട് ചെയ്യിച്ചുകൊണ്ട് ഉത്തരം പറയാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നു. 1000 നന്ദി ഞാൻ മാതാവിനോട് പറയുന്നു. അതേപോലെ ഞാൻ വളരെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. എനിക്ക് ലൈറ്റ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് കാണുമ്പോൾ എൻ്റെ കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ പ്രൊജക്ടർ സ്ക്രീന്, മൊബൈൽ സ്ക്രീന്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ ലൈറ്റൊക്കെ കാണുമ്പോൾ. അതേപോലെ എൻ്റെ വലത് കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്. ഞാൻ കണ്ണട യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ഡിഫൻസിൻ്റെ സമയത്ത് അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണട ആ സമയത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസമൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ണട വെച്ച് സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കണ്ണിന് പുറകിലായിട്ട് ഭയങ്കര വേദന, തലവേദന, ഭയങ്കര വേദനയായിരുന്നു.
അപ്പോൾ രാത്രി ഞാൻ ഡിഫൻസിൻ്റെ തലേന്ന് രാത്രി ഞാൻ കണ്ണിൽ തൈലം പൂശിയിട്ട് പ്രാർത്ഥിച്ച് കിടന്നു, മാതാവേ നാളെ ഞാൻ കണ്ണട വെക്കാതെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സ്ക്രീനിലെ അക്ഷരങ്ങൾ കാണുമോ എന്ന് പോലും എനിക്കറിയില്ല, ഞാൻ എന്ത് പറയുമെന്നും അറിയില്ല. കണ്ടില്ലെങ്കിൽ എനിക്ക് ആ ഡാറ്റാസും കാര്യങ്ങളും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മാതാവ് തന്നെ ഇതിൽ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ കണ്ണട വെക്കാതെയാണ് എൻ്റെ ഡിഫൻസ് പ്രസൻറ്റ് ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും ഞാൻ എൻ്റെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ബാഗിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഇന്ന് വരയ്ക്കും എനിക്ക് സ്ക്രീന് കാണുമ്പോഴുണ്ടാവുന്ന ആ സ്ക്രീനിൻ്റെ ലൈറ്റ് കാണുമ്പോൾ ഉണ്ടാവുന്ന വേദന ഇതുവരെയും അനുഭവപ്പെട്ടിട്ടുമില്ല. മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാനും ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളെല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലായിരിക്കും, ചിലപ്പോൾ ആശുപത്രികളിലായിരിക്കും, ചിലപ്പോൾ വീടുകളിലായിരിക്കും. അത് ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. ഞങ്ങൾ ഇറങ്ങും, എവിടെയാണോ എത്തുന്നത് അവിടെ വെച്ച് കൊടുക്കും. ആദ്യമൊക്കെ ആൾക്കാർ മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മളതിനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെ മാതാവിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു പ്രതീക്ഷാഭവൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ ഒരു ഭവനമുണ്ട്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, 100-ലധികം കുട്ടികളുണ്ട്. അവിടെ അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് എല്ലാ മാസവും എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പറ്റുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി, ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചോറുണ്ടാക്കിയിട്ട് വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കും. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്ന സമയത്ത് കഴിയുന്നതും ഒരു 2 പേർക്കെങ്കിലും ഹോട്ടലിൽ നിന്നെങ്കിലും ചോറ് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഹബക്കുക്ക് 3:17 അത്തുവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. സ്നിഗ്ധ എന്ന മകളുടെ വളരെ ശക്തമായ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഏത് വിഷയം നമ്മൾ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാലും അമ്മ അതിന് നാം അത്ഭുതപ്പെടുന്ന പരിഹാരങ്ങൾ നൽകിക്കൊണ്ട് ഉടമ്പടിയെ പ്രത്യക്ഷീകരണത്തെ അത് സാധൂകരിച്ചു കൊണ്ടിരിക്കും. മകൾ പിന്നീട് പറഞ്ഞു, മകളുടെ അധ്യാപകർ ഡിഫൻസിന് വേണ്ടി അതിൻ്റെ മോക്ക് പരീക്ഷകളൊക്കെ ചെയ്യുമ്പോൾ ആ മോക്ക് എക്സാം ചെയ്യുമ്പോൾ മകൾക്ക് അധരത്തിൽ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും വരുന്നില്ല. അവൾക്ക് പരിചയമുള്ളവർ, അവളെ പഠിപ്പിച്ചവർ, ഇംഗ്ലീഷ് കോളേജിൽ ക്ലാസ് എടുക്കുന്നവൾ, ആ മകൾക്ക് ആ ഡിഫൻസിന് വേണ്ടി തൻ്റെ വിഷയം 2-3-4 വർഷം പഠിച്ചത്, പലയാവർത്തി വായിച്ചത്, ഒത്തിരി തവണ ആലോചിച്ചെഴുതിയത്, അതൊന്ന് അവതരിപ്പിക്കുവാനുള്ള ഒരു വാക്ക് പോലും വരാതെ മകൾ കഷ്ടപ്പെട്ടതിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. 0 മെറിറ്റ് എന്നല്ല, മൈനസ് മെറിറ്റ് എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. അന്ന് രാത്രി തലേന്ന് മകളത് രാത്രി കിടക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, എനിക്ക് കണ്ണിന് വിഷയമുണ്ട്, സ്പെക്സ് വെച്ചാൽ സ്ക്രീൻ കാണാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കണ്ണും പ്രശ്നമാണ്, വാക്കുകൾ കിട്ടുന്നില്ല പറയുവാൻ, കണ്ണുകൾ കിട്ടുന്നില്ല കാണുവാൻ. രണ്ടും ആകെ മകളെ കുഴപ്പിക്കുമ്പോഴാണ് തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കരങ്ങളിൽ കണ്ണുകൾ ഏൽപ്പിച്ചു കൊടുത്ത്, നാളെ സ്പെക്സ് വെക്കത്തില്ല, അമ്മ എന്നെ കാത്തോണം, അക്കങ്ങളുണ്ട്, കാൽക്കുലേഷനുണ്ട്, മാറ്റർ ഒത്തിരിയുണ്ട്, വളരെ വാസ്റ്റായ സബ്ജക്റ്റാണ്, 1 മണിക്കൂർ തീരാൻ സാധ്യതയില്ല, അമ്മ എനിക്ക് ഓരോന്നും അതാത് സമയത്ത് എൻ്റെ കണ്ണുകളിൽ തെളിച്ചു നൽകി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സഹായിക്കണം. എത്ര സുന്ദരമായിട്ടാണ് മകൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അമ്മ തക്ക സമയത്ത് മകൾക്കുള്ള അനുഗ്രഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനായി മാറ്റിക്കൊണ്ടിരിക്കുക. മകൾ സൂചിപ്പിച്ചു, പിറ്റേന്ന് രാവിലെ ഗൈഡ് മോളോട് ആ ഡിഫൻസിന് വേണ്ടി അവസാന പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴും മകൾക്കൊന്നും തന്നെ നന്നായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓരോന്നും ആവർത്തിച്ച് ദൈവത്തിനു മുമ്പിൽ ഏറ്റു പറയുന്നത്, മെറിറ്റില്ല,
മെറിറ്റ് 0യാണ്. സ്വയം എനിക്കതൊരിക്കലും അവതരിപ്പിച്ച് ജയിക്കുവാനാവാത്ത വിധം പരിമിതികൾ എനിക്കേറെയുണ്ട്. അത് ഞാൻ തന്നെ ഓരോരോ അവസരത്തിലും ആവർത്തിച്ച് എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അവസാനം സാറ് പോലും പറഞ്ഞു, നിനക്കറിയാവുന്നത് എന്തെങ്കിലും പറയുക, അറിയാവുന്നത് മാത്രം നീ സംസാരിക്കുക, ബാക്കി വിട്ടേക്കുക. അത് സാറ് പ്രതീക്ഷ നഷ്ടപ്പെട്ടാണ് മകളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. മകൾ പറയുന്നുണ്ട്, ഞാൻ അന്ന് ആദ്യമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലി. അതൊരു നിലപാടും അതൊരു ആത്മധൈര്യവുമാണ്. എൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ, എൻ്റെ ഭൗതികമായ മേഖലകൾ, എൻ്റെ അറിവിൻ്റെ ഇടങ്ങൾ, എൻ്റെ ക്രൂഷ്യലായ മണിക്കൂറുകളിൽ എൻ്റെ പരീക്ഷയുടെ അവസ്ഥകൾ അത് ഫലമില്ലാതെ പോയാൽ, പരാജയപ്പെട്ടു പോയാൽ, തകർന്നു പോയാൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും ആകുലപ്പെടില്ല. ഇത് ഉടമ്പടി പ്രകാരം അമ്മ എനിക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് മകൾ പറയുന്നുണ്ട്, ആ ഡിഫൻസ് തുടങ്ങി തീരുന്നത് വരെയും എൻ്റെ അധരം കൊണ്ട് എൻ്റെ വിഷയം അവതരിപ്പിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നുവെന്ന. അതാണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. അധരം കൊണ്ട് ഒരിക്കൽ പോലും ഞാൻ വിട്ടുപോകാതെ, ഒന്നുപോലും തപ്പിപ്പോകാതെ, ഒരു കാര്യം പോലും മറന്നു പോകാതെ, ഡിജിറ്റായും കാൽക്കുലേഷനായും മാറ്ററായും നിരന്തരം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയുന്നുണ്ട്, ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അമ്മയുടെ ചിറകിലേറി ഒരു മകൾ അവളുടെ PhD കംപ്ലീറ്റ് ആക്കുന്നതാണ് മകൾ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. മകൾ പറഞ്ഞു, ഡിഫൻസിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ട് ആദ്യം വിളിച്ചു ചോദിച്ചപ്പോൾ ആരും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. മാതാവിനോടൊന്ന് പറഞ്ഞു, മാതാവേ ആ പേപ്പർ നീ ഒന്ന് കാണണേ എന്ന്. ഉടനെ അവൾ പറയുന്നുണ്ട്, പിന്നീട് വിളിക്കുമ്പോൾ 2 പേർ കൊണ്ടുപോയി. ഉടനെ അവർ വാല്യൂ ചെയ്തു. നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡിഫൻസ് വന്നു. ഒന്ന് പഠിക്കുവാൻ പോലും സമയമില്ലാത്ത വിധം എല്ലാം സമയ ചുരുക്കത്തിൽ അമ്മ മകൾക്ക് അനുവദിച്ചു കൊടുത്തു. പക്ഷെ അനുവദിച്ചതൊക്കെയും അനുഗ്രഹത്തിനായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ മകൾ അമ്മ മാതാവിനെ അറിഞ്ഞു തുടങ്ങിയത് വളരെ കുറഞ്ഞ നാളുകളിലാണ്. അറിഞ്ഞ നിമിഷം മുതൽ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. ദൈന്യതകളേറെ പറയുവാനുണ്ട് ജീവിതത്തോട് ചേർന്ന്. പക്ഷേ എല്ലാത്തിനും പരിഹാരം അമ്മയുടെ കരങ്ങളിലുണ്ട്. ഈശോ അനുഗ്രഹിക്കും. ഈശോയ്ക്ക് കൊടുത്താൽ എൻ്റെ കുറവുകൾ, എൻ്റെ ഇല്ലായ്മകൾ നീക്കിത്തരുമെന്ന് മകൾക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് സന്തോഷത്തോടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം, ഗ്രേസ് കൊണ്ട് PhD നേടിയ സാക്ഷ്യം, അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കി ലഭിച്ച സാക്ഷ്യം, ഭാരപ്പെട്ട് നടന്നത് നിസ്സാരമായി ഭാരങ്ങൾ ലഘൂകരിച്ച് ദൈവം ജീവിതത്തെ, ഭാവിയെ ശുഭകരമാക്കിയ സാക്ഷ്യം. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഈ മകൾക്ക് ലഭിച്ച എല്ലാ വലിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.